വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെന്ന് വിചാരിച്ച് നിസാരമായി ഹലോ എൻ്റെ കുഞ്ഞു സുഹൃത്തുക്കളെ, ഞാൻ പറയണത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ്. അവനക്ക് നഷ്ടപ്പെട്ടത് അവൻ്റെ മകളാണ്. അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം. ആരെ വീട്ടിലും സംഭവിക്കാം, ആരെ മക്കൾക്കും സംഭവിക്കാം. അപ്പം മക്കളോടൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേമാതിരി മക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അത് രക്ഷിതാക്കളോട് പറയാൻ മടിക്കരുതെന്നും കൂടിയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തിൻ്റെ മോൾക്ക് അവളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഉണ്ട്. ആ പൂച്ച എന്ത് ചെയ്ത് ഒരാഴ്ച മുന്നേ ഒന്ന് മാന്തി ഒരു ചെറുതായിട്ടൊരു മുറി ആയിട്ടുള്ളൂ. കൈമലിൽ ഒരു കൈ ചെറുതായിട്ടൊരു മുറി ആയിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടി അത് സാരാക്കില്ല. ചെറിയ മുറിയല്ലേ എന്നുള്ളതിൽ കുട്ടി മൈൻഡ് ചെയ്തില്ല. ഒരാഴ്ച ആയപ്പോത്തിന് അവിടെ അങ്ങോട്ട് കറുത്ത നിറം കയറി. അത് ഇൻഫെക്ഷനായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ ഇഞ്ചക്ഷനൊക്കെ വെച്ച്. പക്ഷേ രക്ഷപ്പെട്ടില്ല. കുട്ടിക്ക് അത് ഇൻഫെക്ഷൻ കൂടി. ആ കുട്ടി പെട്ടെന്ന് മരണപ്പെടുക ചെയ്തത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ആ പൂച്ചൻ്റെ കടി അറ്റത് ആ കുട്ടി വീട്ടുകാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. കുട്ടി അത് മറച്ചു വെച്ച്. ഒന്നല്ല, ഒരു വീട്ടിൽ വളർത്തുന്ന പൂച്ചല്ലേ, അതിങ്ങനെ ഇടയ്ക്ക് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ അത് ആണ് കണക്കാക്കിയത് കുട്ടി. അപ്പോൾ അന്നത്തെ ആ മാന്തിയത് കുറച്ച് ഒന്നും മുറി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അത് അത്രാണ്ട് നിസാരാക്കി. പക്ഷെ അപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ടീറ്റൊക്കെ അടിച്ചാൽ ചിലപ്പം ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ആ കുട്ടി അത് എന്താ പറയുക, ഇതിങ്ങനെ നിസാരമാക്കിയിട്ട് തള്ളി കളഞ്ഞ കാരണം ആ കുട്ടിക്ക് അത് ചെറിയ മുറി വലിയ മുറിയായി. പക്ഷേ അത് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ കയറി. ഒരാഴ്ച ആയപ്പോൾ തന്നെ കുട്ടീൻ്റെ കൈയൊക്കെ വീർത്ത് ആകുരിയായി കളറായി. പക്ഷേ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അത് എന്തോ ഒരു ഇത് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതായി. പിന്നെ രക്ഷപ്പെടാത്ത രൂപത്തിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി മരണപ്പെടുക ചെയ്ത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളെ വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ ഇനിയിപ്പോൾ നായ്ക്കളായാലും പട്ടികളായാലും എന്തായാലും വീട്ടിൽ വളർത്തുന്ന എന്ത് മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിസാരമായിട്ട് കാണുന്നത്. ഇപ്പോൾ ചെറിയ പൈതം മക്കളൊക്കെ ഉള്ള വീട്ടിൽ പൂച്ചനെ കളിപ്പിക്കണ കാണാം. ആ കുട്ടികൾക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ആ കുട്ടികൾക്ക് മാന്തിയാലും അറിയില്ല, അതിനെ തൊട്ടാലും അറിയില്ല, അതിനെ കടിച്ചാലും ഒന്നും അവർക്ക് അറിയില്ല, എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് നോക്കിയിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗമാണെന്ന് വിചാരിച്ചിട്ട് നിസാരമായിട്ട് കാണരുത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് പറയാ, അത് വീട്ടിൽ പറയണം, ഉമ്മാനോട് പറയണം, അല്ലെങ്കിൽ ഉപ്പാനോട് പറയണം, ആരോടെങ്കിലും പറയണം എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു അനുഭവം, അവൻ പെട്ടെന്ന് ലീവിനൊക്കെ പോയി. എന്താ പറയുക, വളരെ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു മോളാണ്. അപ്പോൾ ആ അനുഭവം ആർക്കും വരാതിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ വീട്ടിൽ വളർത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ മക്കളോട് പറയാൻ പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഇല്ലാതിരിക്കട്ടെ. ഇത് ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക ഉപകാരപ്പെട്ടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇതൊരു ഉപകാര വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ നിങ്ങൾക്ക്